Voice of Marketing, in touch with positive people. ഒരു ടീമിന് ഉണ്ടായിരിക്കേണ്ട 5 സ്കില്ലുകൾ ഏതൊക്കെയാണ്? 5 സ്കിൽസ്, നൈപുണ്യങ്ങൾ. 5 സ്കില്ലുകൾ, ഒരു ടീമിന് ഉണ്ടായിരിക്കേണ്ട 5 സ്കില്ലുകൾ എന്തൊക്കെയെന്ന് പരിചയപ്പെടാം. നമുക്ക് അതിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, പ്ലാനിങ്. എന്താണ് പ്ലാനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ലക്ഷ്യം, എയിം, നമ്മുടെ ആ ഒരു ഫോക്കസിലേക്ക്, ആ പ്രോജക്റ്റിന്റെ ഫോക്കസിലേക്ക് ആ ടീമിനെ കൊണ്ടുപോകാൻ കഴിയണം. ഫസ്റ്റ് വൺ പ്ലാനിങ്. സെക്കൻഡ് വൺ കണ്ടക്ടിങ്. അതിനെ കണ്ടക്ട് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ഉള്ള ഒരു സ്കില്ല് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ എന്താണ്? എക്സിക്യൂഷൻ. അത് നടപ്പിലാക്കാൻ കഴിയണം നമുക്ക്. മാനേജിങ്. ആ ടീമിനെ മാനേജ് ചെയ്ത് അതിന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കണം. ഫിഫ്ത്ത് വൺ എന്താണ്? ഇവാലുവേഷൻ. അതിന്റെ റിസൾട്ട്, എൻഡ് റിസൾട്ട് എന്താണ്? അതിൽ മാറ്റങ്ങൾ ഇനി എന്തെങ്കിലും വരുത്തേണ്ടതുണ്ടായിരുന്നോ പ്രോജക്റ്റില്? അപ്പൊ ഇങ്ങനെയുള്ള ഇതിന്റെ ഈ 5 കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ നമുക്ക് നടത്താം. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പ്ലാനിങ്. എന്താണ് പ്ലാനിങ്? ആ പ്രോഗ്രാം, ആ പ്രോജക്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു ടാർഗറ്റിലേക്ക്, കമ്പനി ഉദ്ദേശിക്കുന്ന ഒരു ടാർഗറ്റിലേക്ക് എപ്പോ ഈ പ്രോജക്റ്റ് ചെയ്യണം, ഇത് എങ്ങനെ ചെയ്യണം, ആരെ കൊണ്ട് ചെയ്യിപ്പിക്കണം, അതിന് ആരൊക്കെ കൂടെ ഉണ്ടാകണം, ഈ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് സ്റ്റഡി ഈ പ്ലാനിങ് സെഗ്മെന്റിൽ നടത്തിയിരിക്കണം. അതുപോലെ തന്നെ എപ്പോൾ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം, എപ്പോൾ നമ്മുടെ ഈ ലക്ഷ്യം കൈവരിക്കാൻ നമുക്ക് പറ്റണം, അതിനു വേണ്ടി എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തണം, ഇത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് നമുക്ക് വരാം, ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു അജണ്ട തയ്യാറാക്കി കൃത്യമായി പേപ്പർ വർക്ക് ചെയ്ത് പ്ലാൻ ചെയ്ത് ആ ടീമിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെന്താണത് മെയിനായിട്ട് വരുന്ന മറ്റൊരു കാര്യം, ഇത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇത് കൃത്യമായിട്ട് ഈ മനസ്സിൽ ചിന്തിക്കാതെ അത് ഡോക്യുമെന്റ് ആയിട്ട് നോട്ട് ചെയ്ത് അത് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം മനുഷ്യനെ സംബന്ധിച്ച് അയാൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെ ചിന്തിക്കുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നിന്നും അത് വേറിട്ട് വേറെ ചിന്തകളിലേക്ക്, വേറെ ഇഷ്യൂകളിലേക്ക്, മനുഷ്യൻ അങ്ങനെയാണ്, പല ചിന്തകളിലേക്കും പല പ്രശ്നത്തിലേക്കും പോകുമ്പോൾ ആദ്യം നമ്മൾ തോന്നിയ ആശയങ്ങൾ, തോന്നിയ കാര്യങ്ങൾ ചിലപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കാതിരുന്നാൽ, അത് പേപ്പറിലേക്ക് മാറ്റാതിരുന്നാൽ, അല്ലെങ്കിൽ സിസ്റ്റത്തിലേക്ക് മാറ്റാതിരുന്നാൽ, അല്ലെങ്കിൽ ഡിജിറ്റലിലേക്ക് മാറ്റാതിരുന്നാൽ, ഏത് വേ ആയിക്കോട്ടെ, ആ രീതിയിൽ അത് ചെയ്യാതിരുന്നാൽ നമ്മുടെ മനസ്സിൽ നിന്ന് പോവുകയും പെട്ടെന്ന് അത് വേറെ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ പിന്നെ എന്തൊക്കെ, ആരെ കൊണ്ട്, എങ്ങനെ, എപ്പോൾ, ഏത് സമയപരിധിക്കുള്ളിൽ ചെയ്യിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. ആ പ്ലാനിങ്ങിൽ എത്ര ബഡ്ജറ്റ് ഇതിനകത്ത് വരും, ആ ബഡ്ജറ്റ് കൊണ്ട് ഇത് ഫിനിഷ് ചെയ്യാൻ സാധിക്കില്ലേ, അപ്പൊ ഇനി എക്സ്ട്രാ ഒരു നമുക്ക് ലോസ് വരാനുള്ള എന്തെങ്കിലും പോസിബിലിറ്റി ഇതിനകത്ത് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്റ്റഡി നടത്തണം. ഒപ്പം തന്നെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആരെ കൊണ്ട്, എങ്ങനെ, ഏത് ലൊക്കേഷനിൽ ആരെയൊക്കെ നിയമിക്കണം, അവരെ എങ്ങനെ, ഏത് സമയത്ത് വർക്ക് ഫിനിഷ് ചെയ്യാൻ അവരോട് പറയണം, ഈ കാര്യങ്ങളെല്ലാം പ്ലാനിങ്ങിൽ വരുന്നതാണ്. ഒരു പ്രോജക്റ്റ് ആരംഭിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട്, ലളിതമായിട്ട് നമ്മുടെ സബോർഡിനേറ്റേഴ്സിന് മനസ്സിലാകുന്ന ഭാഷയിൽ, മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ, മനസ്സിലാകുന്ന ഭാഷയിൽ മുത്തുകൾ എങ്ങനെയാണ് ഒരു മാലയായിട്ട് മാറുന്നത്, അതുപോലെ വളരെ കൃത്യമായിട്ട് പ്ലാനിങ്, ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ് നെക്സ്റ്റ് അത് 1 2 3 4 5 6 അതുപോലെ പ്ലാൻ ചെയ്ത് ഒരു ഡോക്യുമെന്റ് ആക്കി, പേപ്പർ വർക്കാക്കി അത് മാറ്റാൻ നമുക്ക് സാധിക്കണം. കണ്ടക്ടിങ്, അതെന്താണ്? ഈ പ്രോഗ്രാം, ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിന് വേണ്ടി ടീം അംഗങ്ങളെ സജ്ജരാക്കുക. ഏതൊക്കെ ജോലികൾ ആരെ ഏൽപ്പിക്കണം,
ആരൊക്കെ ആ ജോലി ചെയ്യണം, ആ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അവരെ മുന്നിലിരുത്തിക്കൊണ്ട്, ടീം അംഗങ്ങളെ മുന്നിലിരുത്തിക്കൊണ്ട് അത് വീതിച്ച് നൽകുക. അത് ഏതൊക്കെ സ്റ്റാഫുകൾ വിചാരിച്ചാൽ, ഏതൊക്കെ ടീം അംഗങ്ങൾ വിചാരിച്ചാൽ ഇത് വളരെ സക്സസ് ആയിട്ട് ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ സാധിക്കും. അറിയണ്ടേ അതിനെ കുറിച്ചിട്ട്. അപ്പോൾ അവരായിട്ടുള്ള ഡിസ്കഷനിലൂടെ അവർക്ക് ആ അതോറിറ്റികൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ജോലി നിങ്ങൾ ചെയ്യണം. ഓർഗനൈസേഷനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അതിൻ്റെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ഡാറ്റ എൻട്രി ഇന്ന വ്യക്തികൾ ചെയ്യണം. അത് കൃത്യമായിട്ട് വാല്യൂ ചെയ്യാൻ അതോറിറ്റി, രണ്ടാമത്തെ അതോറിറ്റി അത് വാല്യൂ ചെയ്യാൻ ഏൽപ്പിക്കണം. ആ അതോറിറ്റിയുടെ അതിൻ്റെ റിപ്പോർട്ട് സെൻട്രൽ അതോറിറ്റിക്ക് കൊടുക്കണം. അല്ലെങ്കിൽ മാർക്കറ്റിലെ ഒരു പ്രശ്നമാണ് ഈ മാർക്കറ്റിങ്ങിൻ്റെ ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ പ്രോഡക്റ്റിന് ഓർഡേഴ്സ് എടുക്കുന്ന കാര്യം, അത് ഏത് ടീമാണ് ഫീൽഡിലേക്ക് പോകുന്നത്, അപ്പോൾ അവൻ്റെ ഫീഡ്ബാക്കുകൾ എന്തൊക്കെ വരുന്നു, അപ്പോൾ അവിടെ ഒരു പ്രോബ്ലംസ് വരുന്നുണ്ടോ, അത് അറ്റൻഡ് ചെയ്യാൻ കഴിവുള്ള വ്യക്തികളെ, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള വ്യക്തികളെ, പ്രോഡക്റ്റ് നോളജ് ഉള്ള വ്യക്തികളെ കൃത്യമായിട്ട് ആ ഒരു ജോലിക്ക് വേണ്ടി നിയമിക്കുക, കണ്ടക്ട് ചെയ്യുക, പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുക. അത് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് ഓരോരുത്തരെ ഓരോ ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുക. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് സംസാരിച്ചില്ലേ? അതിനെക്കുറിച്ചുള്ള എക്സാമ്പിളും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ സംസാരിച്ചാണ്. അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങൾ അവരെ ടീം അംഗങ്ങളെ ഏൽപ്പിക്കുക എന്നുള്ള ഭാരിച്ച ചുമതല ആ ടീം ലീഡർ ചെയ്തിരിക്കണം. നെക്സ്റ്റ് വൺ, മൂന്നാമത്തത് എക്സിക്യൂഷൻ. എന്താണ് എക്സിക്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ എല്ലാം ഒരുക്കി നിർത്തി, പക്ഷെ അത് എക്സിക്യൂഷൻ നടത്തണം, അത് ചെയ്യണം, അത് ചെയ്യിപ്പിക്കണം, രംഗത്തേക്ക് ഇറങ്ങണം. അപ്പൊ പ്ലാനിങ്ങും കാര്യങ്ങളും കടലാസ് പേപ്പറിൽ ഒതുക്കരുത്, ഇറങ്ങിത്തിരിക്കണം. എല്ലാവരും പറയാറുണ്ട് അല്ലെ, എന്ത് കാര്യങ്ങളും വിജയിക്കണമെങ്കിൽ, സക്സസ് ആകണമെങ്കിൽ ഇറങ്ങിത്തിരിക്കണം, അതിലേക്ക് ഇറങ്ങണം. അപ്പൊ ഈ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എക്സിക്യൂഷൻ, അത് നടപ്പിലാക്കുക, അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള മനോധർമ്മത്തിലേക്ക് അതിനെ അവരെ ഇറക്കുക, ആ ജോലി നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഈ ജോലി നടപ്പിലാക്കുക എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും എന്തൊക്കെ കാര്യങ്ങൾ പറയും? വെറുതെ ടേബിളിന്റെ പുറത്തിരുന്ന് സംസാരിക്കാൻ പറ്റും അല്ലേ? ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇപ്പൊ ഇങ്ങനെ ഇതുപോലെ മീറ്റിങ്ങുകളായാലും വലിയ സംഭവത്തിലായാലും ഇങ്ങനെ സംസാരിക്കാൻ നമുക്ക് പറ്റിയേക്കാം. സംസാരിക്കാൻ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉള്ളവർക്ക് അതിന് സംസാരിക്കാൻ പറ്റും, അത് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ നിരവധി അനവധി ഓൺലൈൻ മീഡിയകളുണ്ട്, നമുക്ക് സൂം മീറ്റിങ്ങുകളുണ്ട് ഇഷ്ടം പോലെ അല്ലേ? അതിലൂടെയൊക്കെ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. ഈ കാര്യം കേൾക്കുന്നവര് നടപ്പിലാക്കിയാലാണ് ഇറങ്ങിത്തിരിക്കാനുള്ള ആ മനോഭാവം, അത് കൺസിസ്റ്റൻസ് ആയിട്ട് ആ മനോഭാവം നിലനിർത്തുകയും അതിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ മാത്രമാണ്, അത് നടപ്പിലാക്കിയാൽ മാത്രമാണ് നമുക്ക് സക്സസ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ടീം അംഗങ്ങളുടെ അടുത്ത് കൃത്യമായ ഡെഡ് ലൈൻ പറയണം. ഈ പ്രോജക്റ്റ് ഇന്ന സമയത്തിനുള്ളിൽ നമുക്ക് തീർത്തിരിക്കണം. ഓരോ ദിവസത്തെ ഡ്യൂട്ടി അപ്ഡേഷൻ കൊടുക്കണം അതോറിറ്റിക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സുകൾ, പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇത് ഒരു ടീമായിട്ട് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അത് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു യാത്രയാണ് ഏത് പ്രോജക്റ്റുകളും. ഏത് മാർക്കറ്റ് സർവേ ആയാലും, അക്കൗണ്ട്സ്, ഏത് ഒരു ഓർഗനൈസേഷൻ്റെ ഏത് കാര്യങ്ങളായാലും അങ്ങനെ ഒരു വലിയ യാത്രയാണ്. ആ യാത്ര സുഗമമായിട്ട് പോകണമെങ്കിൽ എല്ലാവരും ഒരുമയോടെ ഒറ്റക്കെട്ടായിട്ട് അതിൻ്റെ സക്സസിന് വേണ്ടി നിൽക്കണം. വളരെ ശുദ്ധമായ വെള്ളത്തിൽ ഒരു തുള്ളി നീല നിറത്തിലുള്ള കളറ് വന്നാൽ മതി, ആ വെള്ളത്തിന്റെ നിറം മാറും എന്ന് പറഞ്ഞതുപോലെ ഒരു ടീമിലെ ഒരാളുടെ മോശം കൊണ്ട് മൊത്തം പെർഫോമൻസിനെ ബാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രോജക്റ്റ് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ആർജവമുള്ള ഒരു ടീം ലീഡർ ഒപ്പം ഉണ്ടാകണം. ആ ടീം ലീഡറെ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്
റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട്, അതുപോലെ ടീം ലീഡർ അവരെയും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമാണ് ആ പറയുന്ന ഡെഡ് ലൈനിനുള്ളിൽ ആ പ്രോജക്റ്റ് നമുക്ക് നന്നായിട്ട് അത് ഫിനിഷ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ എക്സിക്യൂഷൻ എന്നുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളത് ഈ പറഞ്ഞ പോലെ പേപ്പർ വർക്ക് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്തുകൊണ്ടോ യാതൊരു കാര്യമില്ല. അത് നടപ്പിലാക്കാൻ പറ്റുന്നുള്ള ആർജവമുള്ള ഒരു മനോഭാവമുള്ള, ഇറങ്ങിത്തിരിക്കാൻ എന്ത് പ്രതിസന്ധികളിലും എന്ത് പ്രശ്നങ്ങളിലും ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു മനോഭാവമുള്ള ഒരു ടീം അംഗങ്ങളും ടീം ലീഡറും അതിനാവശ്യമാണ്. ഫോർത്ത് വൺ, മാനേജിങ്. എന്താ മാനേജിങ് എന്ന് പറയുമ്പോൾ, എക്സിക്യൂഷൻ ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കണം. മാനേജിങ്ങിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? മെയിനായിട്ട് നമുക്ക് തന്നെ അറിയാം. ആ ടീമിനെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കണം. ആ ടീമിലുണ്ടാകുന്ന പ്രോബ്ലംസ്, പെട്ടെന്നൊരു ഇഷ്യൂ വന്നു, സ്റ്റക്കായി മൊത്തം, അത് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് അത് സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കാൻ, ടീമംഗങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കാൻ നമുക്ക് പറ്റണം. അവരുടെ പ്രതിസന്ധികൾ, അവരുടെ പ്രശ്നങ്ങൾ അവരായിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ മാനേജ് ചെയ്യുകയാണ്. മൊത്തത്തിൽ ആ ടീമിനെ മുകളിൽ നിന്നും നോക്കി കാണാൻ ആ ടീം ലീഡർക്ക് സാധിക്കണം. എങ്ങനെ? മുകളിൽ നിന്നും നോക്കി കാണാൻ സാധിക്കണം. നിങ്ങൾ ഒരു 2 നില കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴെ നടക്കുന്ന കാര്യങ്ങൾ, താഴെയിലൂടെ വാഹനങ്ങൾ ഓടുന്നു, ബൈക്ക് ഓടുന്നു, ആളുകൾ നടക്കുന്നു, ഇതെല്ലാം നിങ്ങൾക്ക് വീക്ഷിക്കാൻ പറ്റും, കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ടീമിനെ മാനേജ് ചെയ്യാനും അവരുടെ വർക്കുകൾ എങ്ങനെയൊക്കെ പോകുന്നു, എവിടം വരെയായി, അവർ എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടോ, അവരുടെ മെൻ്റലി അവർ എന്തെങ്കിലും ഇഷ്യൂ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ, അവർ ഇമോഷണൽ ഫീലിംഗ് എങ്ങനെയാണ്, അവർ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ, അവർ ഹാപ്പി ആയിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്, അവർ ഉദ്ദേശിക്കുന്ന ഒരു പാഷൻ അതിനകത്ത് അവർക്ക് കിട്ടുന്നില്ലേ, അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട്, അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്, അവരുടെ പ്രതിസന്ധികൾ മാറ്റിക്കൊണ്ട് മുന്നോട്ട് നയിക്കുക എന്നുള്ള ഒരു സ്കില്ലാണ്, ആ ഒരു നൈപുണ്യമാണ് മാനേജിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ ടീം അംഗങ്ങളെയും മാനേജ് ചെയ്യാൻ ആ ടീം ലീഡർക്കും അത് നയിക്കുന്നവർക്കും സാധിച്ചിരിക്കണം. ഫിഫ്ത്ത് വൺ, ഇവാലുവേഷൻ. എന്താണ് ഇവാലുവേഷൻ? ഈ പറഞ്ഞ 4 പ്രോസസ്സിലൂടെ കടന്നു വന്ന പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഓർഗനൈസേഷൻ്റെ ഒരു എയിം അത് ഫിനിഷ് ആയിരിക്കുന്നു, അത് സക്സസ് ആയിരിക്കുന്നു. ആ സക്സസ്സിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി നമ്മളെപ്പോഴും പറയാറുണ്ട് അല്ലെ, എക്സ്പീരിയൻസ് ഈസ് ദ മാസ്റ്റർ, അനുഭവമാണ് ഗുരു. ആ പ്രോജക്റ്റ് ചെയ്തപ്പോൾ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നു, എന്തെല്ലാം പുതിയ പാഠങ്ങൾ പഠിക്കാൻ സാധിച്ചു, ആ പുതിയ സ്റ്റഡിയിൽ നിന്നും എന്തൊക്കെ മാറ്റി നിർത്താൻ സാധിക്കണം ഇനി ഒരു പുതിയ പ്രോജക്റ്റ് വരുമ്പോൾ, അനുഭവത്തിൽ നിന്നും എന്തൊക്കെ ബാഡ് ആയിട്ട് വന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, അത് മാറ്റി അതിനെ അപ്ഡേഷൻ നടത്തുകയും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും പുതിയൊരു പ്രോജക്റ്റ് വരുമ്പോൾ ഇതിനുണ്ടായ പ്രശ്നങ്ങൾ വരാതെ നോക്കുകയും, അത് ആ ടീമിലെ അംഗങ്ങളും ആ ടീം ലീഡറും ആ ഓർഗനൈസേഷൻ മൊത്തത്തിൽ അവരുടെ ടെക്നിക്കലായ ഇഷ്യൂ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൽ എന്തെങ്കിലും പ്രത്യേക ടൈപ്പിലുള്ള ഒരു കസ്റ്റമറെ കൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ഇങ്ങനെ ഒരു ഇഷ്യൂ കൊണ്ട്, ഒരു കംപ്ലൈൻറ്റ് കൊണ്ട് മറ്റുള്ള എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടോ, കൃത്യമായി എത്തിക്കാൻ കഴിയാത്ത ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് നടത്തുമ്പോഴുള്ള വിവിധങ്ങളായ എന്തെങ്കിലും ഇഷ്യൂകളിലൂടെ അത് കടന്നു പോകുമ്പോൾ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ അത് പഠിക്കുകയും അത് അപ്ഡേറ്റ് ചെയ്യുകയും അടുത്ത പ്രോജക്റ്റിൽ അത് മാറ്റിവെക്കാനും നമുക്ക് സാധിക്കണം. സക്സസ് ആയ പ്രോജക്റ്റ് ഇവാലുവേഷൻ നടത്തി അത് കൃത്യമായ ഡെഡ് ലൈനിനുള്ളിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ടോ, 100% സക്സസ് ആയിരുന്നോ, അതിൽ പങ്കെടുത്ത എംപ്ലോയീസ് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണോ, അവർക്ക് എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ടോ, ആ നേരിട്ട പ്രതിസന്ധി ഓർഗനൈസേഷൻ മുഖാന്തരമാണോ, അതിനെങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കാൻ പറ്റും, അടുത്ത പ്രോജക്റ്റ് വരുമ്പോൾ ഇതിനകത്തൊരു മാറ്റം വരുത്തേണ്ടത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ സക്സസിനും പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിനും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും നല്ലതായിരിക്കില്ലേ. അങ്ങനെയുള്ള ചിന്തകൾ, പുതിയ ചിന്തകൾ വന്ന് അത് ടീം അംഗങ്ങൾ എല്ലാവരും ഇരുന്ന് ഇവാലുവേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു സക്സസ്സിലേക്ക്
ആ ഓർഗനൈസേഷൻ്റെ ഒരു സക്സസ്സിലേക്കുള്ള പുതിയ പാതകൾ നയിക്കാൻ, പുതിയ വഴികൾ കണ്ടെത്താൻ ആ ടീം അംഗങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഈ സ്കില്ലിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ഇങ്ങനെയുള്ള സ്കില്ലുകൾ നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ ആരംഭിക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ആരംഭിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് കൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടോ? കമൻറ്റ് ബോക്സിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയിക്കുക. നെക്സ്റ്റ് എപ്പിസോഡിൽ ടീമിനെ കുറിച്ചിട്ടുള്ള ബൃഹത്തായ ഒരു ഏരിയയുമായിട്ട് നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ സക്സസ്.